സ്ത്രീ എന്ന രീതിയിൽ ചേച്ചിയോട് ഞാൻ ചോദിച്ചോട്ടെ, വുമൺ കാർഡ് ഇറക്കുക എന്ന് പറഞ്ഞൊരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പം സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുള്ളത് കൊണ്ട് പലരുടെയും മനഃപൂർവ്വമായിട്ട് അങ്ങനെ അടിച്ചമർത്തുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇപ്പം നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമ്മളത് പഠിച്ചല്ലോ. പുറത്ത് നാളെ ഒരു സമയത്ത് ഒരു സ്ത്രീക്ക് ജെന്യൂൻ ആയിട്ട് ഒരു കംപ്ലൈന്റ് പോലും കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് അല്ല, ജെന്യൂൻ ആയിട്ടുള്ള ഇപ്പം എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വളരെ എന്താ പറയുക, നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിയമവ്യവസ്ഥയും നിയമപാലകരും നമുക്കുണ്ട്. ഇത് അവർക്ക് ലോഡ് കൂടുതലാക്കുകയാണ്. അതായത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ തന്നെ അവർക്ക് സമയം തികയാത്ത അവസ്ഥയിലേക്ക് വന്നു. എന്തുകൊണ്ട്? ഇങ്ങനത്തെ ഈ കേസുകൾ. പക്ഷെ ഈ കേസുകൾ കൊടുക്കുമ്പോൾ അതിന്റെ പ്രൊസീജിയർ വഴി അവർക്കും പോയേ പറ്റൂ. ആ പ്രൊസീജിയറുകൾ കഴിഞ്ഞ് അത് കോടതിയിൽ കൊടുത്ത് കോടതിയുടെ ഇത് വന്നു, മനസ്സിലായില്ലേ? അതിനൊരു കാലതാമസം ഉണ്ട്. അതിന് വേറൊരു കാര്യം, നിയമവ്യവസ്ഥയെ കളിയാക്കുക എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഇത്തരം സംഭവങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് കേസുകൾ ഇങ്ങനെ വളരെ കാലം ഇങ്ങനെ നീണ്ടിങ്ങനെ പോകുന്നില്ലേ? ജെന്യൂനായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അനുകൂലമായി കിട്ടേണ്ട വിധികൾ ഉണ്ടാവേണ്ട ഒരുപാട് കേസുകൾ ഇങ്ങനെ കാലങ്ങളോളം ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്ന ആൾക്കാരും എന്ന മണ്ടന്മാരാണോ? എന്താണ് അവർക്ക് വേറെ കാര്യങ്ങളില്ലേ? ഇന്ന ഒരാൾ ഇന്നത് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ റീസെന്റ് ആയിട്ട് ഒരു വിധി വന്നത്. ഇങ്ങനെ നമ്മള് എന്താണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്ന ആൾക്കാരെ അപ്പൊ തൂക്കിയെടുത്തോണ്ട് പോകും. അല്ല, അത് അങ്ങനെ തന്നെ വരണം. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒതുങ്ങുള്ളൂ. ഇങ്ങനെയുള്ളവർ അങ്ങനെ ഒതുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ ഇവരുടെ ഒരു രീതികൾ അനുസരിച്ച് കളിക്കാൻ നമ്മളുടെ സംസ്കാരം നമ്മളെ സമ്മതിക്കില്ല. അങ്ങനെയുണ്ട് ഒരു പ്രശ്നം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ നിയമത്തിന്റെ ഭാഷയിൽ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും അപ്പോഴും നിൽക്കണത്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇത്തരം കേസുകൾ വരുമ്പോൾ നിങ്ങളുടെ കരിയറിനെ അത് കുറച്ചെങ്കിലും ബാധിച്ചിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു സംശയം, ഇത് എന്താണിത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട്? അല്ല, കരിയറിനെ ബാധിച്ചിട്ടില്ലെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ എന്ത് തന്നെ ആയാലും ആ ഒരു ഒറ്റ ദിവസത്തെ ന്യൂസ് ചാനലുകളിൽ ഇവരുടെ രണ്ടുപേരുടെയും പടം വന്ന സമയത്ത് അല്ലേ, അപ്പം അവര് നമ്മളോട് ചോദിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ. അവര് ഏതോ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ അറിയുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇവരുടെ രണ്ടുപേരെ ഫോട്ടോ വെച്ച്. എന്നാൽ ഈ പറയുന്നവരുടെ ഫോട്ടോ ഒന്നും അവർ കൊടുത്തിട്ടില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഉറപ്പായിട്ട് നമ്മളെ ബാധിക്കും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്നുള്ളതല്ല, പുറത്തുനിന്നുള്ള പടങ്ങളെ അത് ബാധിക്കും. കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് OTT എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കേസായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് OTT-യിൽ നിന്ന് ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതൊരു സത്യമാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ പേയ്മെന്റ് ഒക്കെ കിട്ടുന്നതാണ് OTT എന്ന് പറയുമ്പോൾ. പിന്നല്ലേ, അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഇപ്പോഴും അപ്പോഴും ശ്രീയോട് ഞാൻ അതേ പറയുന്നുള്ളൂ. നമുക്കുണ്ടായ നഷ്ടങ്ങൾ, മാനസിക വിഷമം അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം എന്നുള്ളതിനൊക്കെ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും അവര്. അതിനൊക്കെ നിയമവ്യവസ്ഥയുണ്ട്, നിയമമുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ച് കൃത്യമായിട്ട് ആ റൂട്ടിൽ തന്നെ പോകും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.